ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു കുക്കർ ബിരിയാണി കഴിക്കാൻ പോകുന്ന കേട്ടോ. ഇപ്പോൾ ഏകദേശം രാത്രിയായി. എൻ്റെ ഒരു കസിൻ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പം ഇതാണ് വൈഷ്ണവി. അപ്പം ഇവർ പറഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ കുക്കർ ബിരിയാണിയെ പറ്റി അറിയുന്നത്. ഇതാണ് വൈഷ്ണവിയുടെ ഹസ്ബൻഡ് അജീഷ്. അപ്പോൾ ചേട്ടനും വൈഷ്ണവിയും ഞങ്ങളെല്ലാവരോടും ഇന്ന് കുക്കർ ബിരിയാണി കഴിക്കാൻ പോകാനാണ് പ്ലാൻ. ഇതെവിടെ കിട്ടുന്നതെന്നും ഏത് റെസ്റ്റോറൻറ്റാണെന്നൊക്കെ ഞാൻ വഴിയേ പറയാം കേട്ടോ. ഇതാട്ടോ നമ്മൾ കഴിക്കാൻ വന്ന റെസ്റ്റോറൻറ്റ്. ഇത് ദുബായിലുള്ളവർക്ക് അറിയായിരിക്കും. ദുബായിൽ കിസൈസിലാട്ടോ ഈ റെസ്റ്റോറൻറ്റ് ഉള്ളത്. അവിടെ നോർമൽ സീറ്റിംഗ് ഉണ്ട്, മജ്ലിസും ഉണ്ട്. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്ത മജ്ലിസാട്ടോ. അപ്പോൾ കുഞ്ഞുള്ളത് കൊണ്ട് അവളെ താഴെ കളിക്കാൻ വിടാമല്ലോ എന്ന് വെച്ച് നമ്മൾ മജ്ലിസാണ് ചൂസ് ചെയ്തത്. ഇത് ജസ്റ്റ് വാട്ടർമെലൺ ജ്യൂസ് ആട്ടോ. അതുകൊണ്ട് കുറച്ച് അവൾക്കും ഞങ്ങൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തു. പിന്നെ അവർ തന്ന സൂപ്പും കൂടെ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കാത്തിരുന്ന കുക്കർ ബിരിയാണി വന്നു. ഓർഡർ ചെയ്ത് കഴിഞ്ഞ് ഏകദേശം 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തിട്ടാട്ടോ വന്നത്. ഇത് കഴിച്ചില്ലേലും ഇത് ഓപ്പൺ ചെയ്ത് കാണുമ്പോൾ തന്നെ നമുക്ക് വായിക്കൂടെ വെള്ളം വരും കൊണ്ട് അത്രയ്ക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് കൊതിയാവും. കാരണം അതിൻ്റെ വെജിറ്റബിൾസൊക്കെ നല്ല കുക്കായ മീറ്റും ഒക്കെ നല്ലൊരു ജ്യൂസി പരുവത്തിലാട്ടോ അത് ഇരിക്കുന്നത്. ഇതൊരു 3 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ 4 പേരായതുകൊണ്ട് ഇത് തികയാൻ ചാൻസ് കുറവായതുകൊണ്ട് നമ്മളൊരു ടർക്കിഷ് ചിക്കൻ മന്തിയും കൂടെ നമ്മൾ ഓർഡർ ചെയ്തായിരുന്നു. ഈ കുക്കർ ബിരിയാണി കഴിച്ചിട്ട് നമ്മൾ അതിൻ്റെ പുറകെ ആ നോർമൽ ചിക്കൻ മന്തി കഴിക്കുമ്പോൾ നമുക്ക് ഒരു വികാരവും തോന്നില്ല. കാരണം അത്രയ്ക്ക് ടേസ്റ്റായി കുക്കർ ബിരിയാണിക്ക്. നമ്മൾ ഈ വീഡിയോ ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇത് കാണുമ്പോൾ വായിക്കൂടെ വെള്ളം വരും. അത്രയ്ക്ക് ടേസ്റ്റുള്ളൊരു സാധനം. നിങ്ങൾ എന്തായാലും ദുബായിലുള്ളവരിത് മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. ഈ ബിരിയാണി കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് അവരുടെ വക കോംപ്ലിമെൻ്ററി ആയിട്ട് ഒരു അറബിക് സ്വീറ്റും ഒരു അറബിക് കാവ അങ്ങനെയാണ് അതിന് പറയുന്നത്. അപ്പോൾ ഇതും കൂടെ കുടിച്ച് കഴിയുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ആവും. അങ്ങനെ വയറ് നിറയെ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ വയറും നിറഞ്ഞു മനസ്സും നിറഞ്ഞ് സന്തോഷത്തോടെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇനി ഇവിടെ നിന്ന് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിട്ട് നമ്മളിപ്പോൾ അതൊക്കെ വീട്ടിലേക്ക് പോവാം. അങ്ങനെ കുറേ നേരത്തെ സംസാരത്തിന് ശേഷം അവരോട് ടാറ്റയൊക്കെ പറഞ്ഞ് നമ്മളത് ഈ കാർ പാർക്ക് ചെയ്യുന്നിടത്തേക്ക് നടക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മളിത് കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഇറങ്ങിയതാണ്. നമ്മൾ വേറെ പരിപാടിയൊന്നുമില്ല. ഇനി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ നേരെ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാൻ പോകണം. ഇപ്പോൾ തന്നെ ഒരുപാട് ലേറ്റായി. അപ്പോൾ ഓക്കെ, ബൈ.